ഇതാ ഈ ഒരു പ്ലാവില വെച്ചിട്ടേ നിങ്ങളിങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതാ കുറച്ച് ഇല ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇല കുറച്ച് ഇങ്ങനെ പുതിയതായിട്ട് വന്നത് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൽ നിന്ന് എടുക്കാമെന്ന് അങ്ങനെ കുറച്ച് എടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് എടുക്കുന്നുണ്ടേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ പറിച്ചെടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കുകയും കൂടെ ചെയ്യും. ഈ ഒരു ഇല വെച്ചിട്ട് തോരൻ വരെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ അത്രയ്ക്കൊന്നും എത്തിയില്ല, എങ്കിലും അപ്പമൊക്കെ ഉണ്ടാക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കാറുണ്ട്. വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നേക്ക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു മാവിന് വേണ്ടിയിട്ടാണ് ഇടിയപ്പത്തിന് നമ്മൾ എടുക്കുന്ന ഒരു പൊടിയില്ല, അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തടുത്ത് വേണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കുറച്ച് മതി. നമ്മൾ ഈ പ്ലാവിൽ നിൽക്കുമ്പോൾ ചെറിയ ഇലയാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു പാനിലോട്ടുണ്ടല്ലോ കുറച്ച് ഒരു ജാഗരി സിറപ്പ് ഒഴിച്ച് ഒന്ന് വറ്റിച്ച് നിർത്തിയിട്ടുണ്ടേ. പിന്നെ ഇതിലേക്ക് ചെറിയൊരു തേങ്ങ ഒന്ന് ചിരകി വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ശർക്കരപ്പാനി ഒരുപാട് വെള്ളത്തോട് കൂടി നമ്മൾ ചേർക്കരുത്, ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു തേങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഏലക്ക ഒന്ന് കുത്തിപ്പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു കുരു മാത്രമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് വറ്റിയെന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നെയ്യാണേ. അപ്പോൾ അതെല്ലാം ഒന്ന് ചേർത്ത് ഞാൻ ഒന്ന് മിക്സാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കാം. ഒന്നീ നമ്മൾ ചപ്പാത്തിക്ക് പൂരി പ്രഷറില്ലേ അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നൈസായിട്ടൊന്ന് പരത്തി ഒന്ന് എടുത്തിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി ഒന്ന് എടുക്കുന്നുണ്ടേ. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളത്തിൽ നനച്ചാൽ മതി. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ രീതിയിൽ വെച്ചാൽ മതി കേട്ടോ. ഒരു ഫില്ലിങ് ചെറിയതാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫില്ലിങ് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഫോൾഡ് ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഇലയിലേക്ക് ചിലപ്പം ഒട്ടിപ്പിടിക്കുമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യട്ടെ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ അപ്പോൾ ഒന്ന് ഇളകി കിട്ടുകയും ചെയ്യും. പിന്നെ ഇതാ ഒരു ഇഡ്ഡലി ചെമ്പിലോട്ട് ഞാൻ വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഈ ഒരു പ്ലാവിലെ അപ്പം അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ കുറച്ച് മാവും കുറച്ച് ഫില്ലിങ്ങും ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അത് ചെറിയ 2 കൊഴുക്കട്ട പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മാവൊന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിനുള്ളിലോട്ട് ആ ഒരു ഫില്ലിങ് ഒന്ന് നിറച്ചിട്ട് ഞാൻ ഒന്ന് ബോൾസാക്കി എടുത്തു. 2 ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഒന്ന് റെഡിയാക്കി ഇതിൻ്റെ മുകളിലോട്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഇലയൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും ചെയ്യാമായിരുന്നു. ഇനി പുറത്തിറങ്ങി പോകുമ്പോൾ അടിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നേ. 2 കൊഴുക്കട്ടയും കൂടെ ഞാൻ എൻ്റെ മുകളിലോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ടേ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ്, മാക്സിമം 15 അല്ലെങ്കിൽ 10 to 15 മിനിറ്റ് അത്രയും മതി കേട്ടോ. പെട്ടെന്ന് റെഡിയാവും ഇത്. അപ്പോൾ അതൊന്ന് അടച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അത് അടപ്പൊന്ന് മാറ്റിയിട്ടുണ്ട്. കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു ഇലയുടെയൊക്കെ നിറം മാറിയതുണ്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ചൂടോടുകൂടി നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം ചെറുതായിട്ടൊന്ന് ഇലയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇളകി കിട്ടിക്കോളും. അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ടോയെന്നൊക്കെ വെന്തിട്ടുണ്ടോയെന്നൊക്കെ നോക്കുന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഞാൻ അതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചു. പിന്നെ ചായയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. വൈകിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ചായയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ആയിട്ടുള്ള പ്ലാവിലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാഴയിലൊന്നും കിട്ടാനില്ലെങ്കിൽ വീട്ടിൽ പ്ലാവിലേക്ക് ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ലതാണേ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഇലയ്ക്കൽ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കൂ. വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും